ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ PSC വേൾഡ്. അപ്പോൾ നമ്മുടെ LGS, LDC, VFAയുടെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് പുതിയ SCERT പാഠഭാഗങ്ങൾ നമ്മൾ വേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊന്ന് പഠിച്ച് പോകാമെന്നുള്ള രീതിയിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 8ാം ക്ലാസ്സിലെ ഫസ്റ്റ് പാഠഭാഗത്തിൻ്റെ കുറച്ച് നമ്മൾ കണ്ടു. ഇന്നതിൻ്റെ ബാക്കി നമ്മൾ നോക്കും. ഒപ്പം ഇനി ഈ ഒരു പാഠഭാഗം, അതായത് 8ാം ക്ലാസ്സിലെ ഈ ഒരു ഫസ്റ്റ് പാഠഭാഗത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിൻറ്റ്സ് ഒന്ന് ഓൾ ടുഗദർ നമ്മൾ ഒറ്റയടിക്ക് നോക്കാൻ പോവുകയാണ്. ഇങ്ങനെ നമ്മൾ ഓരോ പാഠഭാഗം എടുത്ത് ഒരു പ്രാവശ്യം എല്ലാം പഠിച്ചു പോയിട്ട് ഒരു റൗണ്ടും കൂടെ നമ്മൾ വേണ്ടത് എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് SCERT പാഠഭാഗം സെറ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, കാരണം ഞാൻ പറഞ്ഞല്ലോ, മെജോറിറ്റി മാർക്സും നമുക്ക് SCERT പാഠഭാഗത്തു നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷെ അതിന് നല്ല രീതിയിൽ നമ്മളൊരു ട്വൈസോ ത്രൈസോ പഠിച്ചു പോകണം, എന്നാൽ മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു പാഠം കംപ്ലീറ്റ് ചെയ്തിട്ട് ഒന്നിന് നമ്മളൊന്നും കൂടെ നോക്കും, വേണ്ടത് എന്തൊക്കെയാണ് ഇതിൽ നോട്ട് ചെയ്യേണ്ടത്, പ്രധാനമായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ളത് എന്നുള്ളത് പറഞ്ഞു പോകും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് ഉപകാരപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. പിന്നെ ടെസ്റ്റ് സീരീസ് നമ്മൾ മിക്കവാറും സെപ്റ്റംബറിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അത് നമ്മൾ ഡെയിലി ഓരോ ദിവസവും എന്തൊക്കെ പഠിക്കണം എന്ന് പറയും, അതിനനുസരിച്ച് ആയിരിക്കും എക്സാം രാത്രി ചെയ്യുക. ഓരോ ദിവസവും നമ്മളിത് ചെയ്യും. അപ്പോൾ നമ്മൾക്ക് എന്താണ് അന്ന് പഠിച്ചത് നമ്മളുടെ മനസ്സിൽ എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ ഉള്ളത് നമുക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കി പോകാൻ പറ്റും. സോ ദാറ്റ് ആ ഒരു VFAയുടെയൊക്കെ എക്സാം വരുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതിന് തീർച്ചയായിട്ടും ചോദ്യങ്ങൾ കണ്ടറിഞ്ഞ് ശീലിക്കണം. അതിനു മുമ്പ് SCERT പാഠഭാഗങ്ങൾക്ക് സെറ്റായിരിക്കണം പഠിച്ച്. ഓക്കെ, അപ്പോൾ നമ്മളുടെ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് ഓരോ ദിവസവും പറയുമ്പോൾ അതിനനുസരിച്ച് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കാൻ വേണം. അപ്പോൾ ആ ചോദ്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇനി താൻ കൂടുതലായിട്ട് ശ്രദ്ധിച്ച് പഠിക്കേണ്ടത് എന്നുള്ളൊരു ഐഡിയയും കൂടെ കിട്ടും കേട്ടോ. അപ്പോൾ സെപ്റ്റംബർ കണക്കാക്കിയിട്ട് അത് നമുക്ക് ചെയ്തു തുടങ്ങാം. അപ്പോൾ അത് കണക്കാക്കി സ്റ്റഡി പ്ലാൻ സ്റ്റാർട്ട് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഒരു SCERT ഇങ്ങനെ ന്യൂ SCERT എന്നുള്ള രീതിയിൽ തുടങ്ങാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയ SCERT പാഠഭാഗം ഞാൻ പറഞ്ഞ പാർട്ട് 1 മാത്രമേ ചിലതിൻ്റെ സൈറ്റിലുള്ളൂ. അപ്പോൾ അതിൽ വേണ്ടതിൻ്റെ മാത്രം നമ്മളൊന്ന് ജസ്റ്റ് നോക്കി പോകാമെന്ന് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ അത് ഇപ്പോഴേ നമ്മൾ തുടങ്ങിയാലേ തീരുള്ളൂ. കാരണം 9th 10th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് ആണെങ്കിലും സയൻസ് ആണെങ്കിലും അത്യാവശ്യമുണ്ട് കാര്യങ്ങൾ നമുക്ക് നോക്കാൻ. ഒരു പാഠഭാഗം പോലും മാറ്റി നിർത്താനില്ല, എല്ലാ പാഠഭാഗത്തു നിന്നും ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പാഠഭാഗം ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ പോളിഗാർ റിവോൾട്ട് തൊട്ടാണ് ഇനി നോക്കാനുള്ളത്. നോക്കാം, എന്താണ് പോളിഗാർ റിവോൾട്ട്? പോളിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാളയം അഥവാ സൈനിക താവളം എന്നർത്ഥം വരുന്ന പാളയക്കാർ എന്ന തമിഴ് പദത്തിൽ നിന്നാണ് പോളിഗാർ എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായത്. ഓക്കെ, അപ്പോൾ പോളിഗാർ റിവോൾട്ട് എന്ന് പറയുന്ന ഒരു സംഭവം തന്നെയുണ്ട്. ഇത് നിങ്ങൾ കേട്ട് കാണും. ഓക്കെ, അപ്പോൾ ഇതിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. തിരുനെൽവേലിയിലെ പാഞ്ചാലം കുറിച്ചിയിലെ പോളിഗറായിരുന്ന വീരപാണ്ഡ്യ കട്ടബൊമ്മനും ശിവഗംഗയിലെ പോളിഗർമാരായിരുന്ന മരുതുപാണ്ഡ്യ സഹോദരന്മാരും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടത്തിൽ സുപ്രധാന പങ്ക് വഹിച്ചവരായിരുന്നു. ആരൊക്കെയായിരുന്നു? തിരുനെൽവേലിയിലെ പാഞ്ചാലം കുറിച്ചിയിലെ പോളിഗറായിരുന്ന വീരപാണ്ഡ്യ കട്ടബൊമ്മനും ശിവഗംഗയിലെ പോളിഗർമാരായിരുന്ന മരുതുപാണ്ഡ്യ സഹോദരന്മാരും. അപ്പോൾ നമുക്ക് മാച്ച് ദ ഫോളോയിങ് ആയിട്ടായിരിക്കും കേട്ടോ ഇതിങ്ങനെ ചോദിക്കാം. അതായത് ശിവഗംഗയിൽ ആരായിരുന്നു, തിരുനെൽവേലിയിൽ ആരായിരുന്നു, അതാണ് നമ്മൾ ഈ ഒരു ഇതിൽ നിന്ന് നോക്കി ശ്രദ്ധിച്ച് പഠിച്ചു വയ്ക്കേണ്ടത്. ജനങ്ങളുടെ സംരക്ഷകൻ എന്ന നിലയിൽ ജനങ്ങളുമായി നല്ല ബന്ധമായിരുന്നു കട്ടബൊമ്മൻ ഉണ്ടായിരുന്നത്. ജനങ്ങളിൽ നിന്നുള്ള നികുതി പിരിവും പോളിഗറുടെ ചുമതലയായിരുന്നു. പാഞ്ചാലം കുറിച്ചിയിലെ ഭരണാധികാരി ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങിയെങ്കിലും കട്ടബൊമ്മൻ അതിന് തയ്യാറായില്ല. നിലവിലുള്ള നികുതി വർദ്ധിപ്പിച്ച് ബ്രിട്ടീഷുകാർ ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിച്ചു. നികുതി പിരിവിനെ ചോദ്യം ചെയ്തതായിരുന്നു കട്ടബൊമ്മനെ ബ്രിട്ടീഷുകാരുടെ ശത്രുവാക്കിയത്. കട്ടബൊമ്മനും ശിവഗംഗയിലെ പോളിഗർമാരായിരുന്ന മരുതുപാണ്ഡ്യ സഹോദരന്മാരും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി വീരമൃത്യു വരിച്ചു. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മാച്ച് ദ ഫോളോയിങ് എന്നുള്ള രീതിയിലാണ് വരിക. ശേഷം ഇവിടെ വെല്ലൂർ കലാപത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് വെല്ലൂർ കലാപത്തെക്കുറിച്ച് പറയുന്നത്? ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സൈനിക കലാപമായിരുന്നു തമിഴ്നാട്ടിലെ വെല്ലൂർ കലാപം. അതാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ടത്. എന്താണ്? ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സൈനിക കലാപമായിരുന്നു തമിഴ്നാട്ടിലെ വെല്ലൂർ കലാപം. ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യക്കാരാണ് ഈ കലാപത്തിന് നേതൃത്വം നൽകിയത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യൻ സൈനികരുടെ വേഷവിധാനത്തിൽ വരുത്തിയ മാറ്റങ്ങളായിരുന്നു കലാപത്തിന്റെ പ്രധാന കാരണം. അപ്പോൾ ഈ വെല്ലൂർ മ്യൂട്ടിനി എന്ന് തന്നെയായിരിക്കും കേട്ടോ പറയാം. അപ്പോൾ ഈ വെല്ലൂർ മ്യൂട്ടിനിയിൽ എന്താണ് പ്രധാന കാരണം എന്നുള്ള രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യൻ സൈനികരുടെ വേഷവിധാനത്തിൽ വരുത്തിയ മാറ്റങ്ങളായിരുന്നു. 1806 നടന്ന കലാപത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയെങ്കിലും തുടർന്നുണ്ടായ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ഈ ഒരു കലാപം പ്രചോദനമായി. അപ്പോൾ 1806 കലാപം നടന്നത്. 1806 കാരണം ഇന്ത്യൻ സൈനികരുടെ വേഷവിധാനത്തിൽ വരുത്തിയ മാറ്റങ്ങളായിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സൈനിക കലാപമായിരുന്നു വെല്ലൂർ കലാപം. അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. ശേഷം
ഇവിടെ ആറ്റിങ്ങൽ കലാപത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 1721 ആറ്റിങ്ങൽ കലാപം നടക്കുന്നതെന്ന് നമുക്കറിയാം. കുരുമുളക് വ്യാപാരവുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര ഭരണ വിഷയങ്ങളിൽ ഇടപെട്ടും ജനങ്ങൾക്കിടയിൽ വർഗീയ വംശീയ വിദ്വേഷം വളർത്താൻ ശ്രമിച്ചു. ആറ്റിങ്ങൽ പ്രദേശത്ത് അരാജകത്വം സൃഷ്ടിക്കാൻ ബ്രിട്ടീഷുകാർ നിരന്തരം ശ്രമിച്ചിരുന്നു. ഭരണാധികാരിയായിരുന്ന ആറ്റിങ്ങൽ റാണിക്ക് ഓരോ പുതുവർഷത്തിലും പാരിതോഷികങ്ങൾ നൽകുന്ന പതിവ് 1721 ആവർത്തിക്കാനായി ബ്രിട്ടീഷുകാർ ശ്രമിച്ചു. എന്നാൽ ഇത് ഏതെങ്കിലും തരത്തിലുള്ള അപായത്തിന് കാരണമായി ഭയന്നതിനാൽ ചില നാട്ടുപ്രമാണിമാർ എതിർത്തു. നാട്ടുപ്രമാണിമാർ മുഖേന മാത്രം പാരിതോഷികങ്ങൾ നൽകിയാൽ മതി എന്നവരുടെ അഭിപ്രായത്തെ വകവയ്ക്കാതെ ഗിഫോർഡിന്റെ നേതൃത്വത്തിൽ 140ഓളം ബ്രിട്ടീഷുകാരടങ്ങുന്ന സംഘം ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനങ്ങൾ നൽകാനായി എത്തിയതാണ് സംഘർഷത്തിനിടയാക്കിയത്. ഈ സംഘത്തെ വർഗ്ഗവർണ്ണ ജാതി മത വ്യത്യാസമില്ലാതെ നാട്ടുകാർ ആക്രമിച്ചു വധിച്ചു. മാത്രമല്ല അഞ്ചുതെങ്ങിലെ ബ്രിട്ടീഷ് കോട്ട വളഞ്ഞ് ഉപരോധം ഏർപ്പെടുത്തി. കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യകാല സംഘടിത ജനകീയ പ്രക്ഷോഭം എന്ന നിലയിലാണ് ഈ കലാപം പ്രാധാന്യം അർഹിക്കുന്നത്. അപ്പോൾ 1721 ഈ ഒരു കലാപം എന്താണ്, ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത ജനകീയ പ്രക്ഷോഭം എന്നുള്ള രീതിയിലായിരിക്കും എന്താണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. നെക്സ്റ്റ്, സ്ത്രീ മുന്നേറ്റം. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ ഇന്ത്യയിലെ ഭരണാധികാരികളെയും ബാധിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടിയ ധീര വനിതയായിരുന്നു കിട്ടൂർ റാണി ചെന്നമ്മ. മറാത്ത ഭരണത്തിന്റെ മേൽക്കോയ്മ അംഗീകരിച്ച കർണാടകയിലെ നാട്ടുരാജ്യമായിരുന്നു കിട്ടൂർ. കർണാടകയിലെ നാട്ടുരാജ്യമായിരുന്നു ഇത് കിട്ടൂർ എന്ന് പറയുന്നത്. മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ വിജയിച്ചതോടെ കിട്ടൂർ പ്രദേശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലായി. ശിവലിംഗ രുദ്രദേശായി ആയിരുന്നു കിട്ടൂരിന്റെ ഭരണാധികാരി. അദ്ദേഹത്തിന്റെ മരണശേഷം വിധവയായ ചെന്നമ്മ ഒരു ആൺകുട്ടിയെ ദത്തെടുക്കാൻ തീരുമാനിച്ചു. ഇത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തടയുകയും കിട്ടൂരിനെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഇതിൽ പ്രകോപിതയായ കിട്ടൂർ റാണി ചെന്നമ്മ ബ്രിട്ടീഷുകാരുമായി യുദ്ധം പ്രഖ്യാപിച്ചു. 1829 ബ്രിട്ടീഷുകാരുടെ തടവിൽ കഴിയവേ റാണി ചെന്നമ്മ മരണപ്പെട്ടു. ഇപ്പോൾ കിട്ടൂർ എന്ന് പറയുന്ന പ്രദേശത്തെ ഒരു എന്താണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ വനിതയാണ് കിട്ടൂർ റാണി ചെന്നമ്മ. അപ്പോൾ അത് ആ ഒരു രീതിയിലുള്ള മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കും. അടുത്തത്, ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ പിടിച്ചു കുലുക്കിയ കൊടുങ്കാറ്റ്. ഇപ്പോൾ ഇവിടെ ഒരു ഇത് പറയുന്നുണ്ട്. കൻവറും സംഘവും നദീമധ്യത്തിലേക്ക് നീങ്ങി തുടങ്ങിയപ്പോഴാണ് കരയിൽ നിന്ന് ഇംഗ്ലീഷ് പട്ടാളം വെടിവെച്ച് തുടങ്ങിയത്. കൻവർ സിംഗിന്റെ ഇടത് കൈക്ക് വെടിയേറ്റു. കൈ ഒടിഞ്ഞു തൂങ്ങി. കൻവർ സിംഗ് പിന്നെ മടിച്ചില്ല. ആ സാഹസികൻ അരയിൽ തിരുകിയ കടാരിയെടുത്ത് നിഷ്പ്രയോജനമായ ഭുജം വെട്ടിക്കളഞ്ഞു. ഗംഗാമാതാവിന് ഇത് താൻ തർപ്പണം ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് മുറിച്ചെടുത്ത അവയവഭാഗം നദിയുടെ കയത്തിലേക്ക് വീശിയെറിഞ്ഞത്. അപ്പോൾ KSICL എന്നുള്ളത് ദേശീയ സ്വാതന്ത്ര്യ സമര ചരിത്രം കുട്ടികൾക്ക്, അതിൽ നിന്നുള്ള ഒരു ഭാഗമാണ് പറഞ്ഞിട്ടുള്ളത്. 1857 കലാപത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ കൻവർ സിംഗിന്റെ ധീരതയെക്കുറിച്ച് പറയുന്ന വാക്കുകളാണിത്. അപ്പോൾ എന്താണ് ആ ഒരു സാഹചര്യം, അതാണ് ഇവിടെ പറയുന്നത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഇന്ത്യയുടെ പല ഭാഗത്തും ഒറ്റപ്പെട്ട പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ടെന്നുള്ളത് നമുക്കറിയാം. അത്തരം പോരാട്ടങ്ങളെയെല്ലാം കമ്പനി പട്ടാളം അടിച്ചമർത്തി. എന്നാൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി ഇന്ത്യയിൽ നടന്ന സംഘടിത കലാപമായിരുന്നു 1857 ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ചരിത്രകാരർ ഈ കലാപത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായി വിശേഷിപ്പിക്കുന്നു. സാധാരണക്കാർ, കർഷകർ, കൈത്തൊഴിലുകാർ, നാട്ടുരാജാക്കന്മാർ, സൈനികർ, ഭൂപ്രഭുക്കൾ തുടങ്ങിയ സമൂഹത്തിലെ വിവിധ ജനവിഭാഗങ്ങൾ പങ്കെടുത്ത ആദ്യത്തെ ബ്രിട്ടീഷ് വിരുദ്ധ സമരമായിരുന്നു ഇത്. പിന്നീട് നമുക്കറിയാവുന്നതാണ് സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലൂടെയും ബ്രിട്ടീഷുകാർ ഓരോ പ്രദേശങ്ങൾ പിടിച്ചടക്കി എന്നുള്ളത്, അല്ലേ. അപ്പോൾ ഇന്ത്യയിൽ ഈ പറയുന്ന ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യത്വ വികസനം കൂടുതൽ അതീശത്വം ഉറപ്പിക്കുന്നതിന് വേണ്ടി ഗവർണർ ജനറൽ ആയിരുന്ന വെല്ലസ്ലി പ്രഭുവാണ് സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത്. ആരാണ്? വെല്ലസ്ലിയാണ് ഈ പറയുന്ന സബ്സിഡറി അലയൻസ് സിസ്റ്റം കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പ്രകാരം ബ്രിട്ടീഷുകാരുമായി സൈനിക സഖ്യത്തിൽ ഏർപ്പെടുന്ന രാജ്യങ്ങൾ ചില വ്യവസ്ഥകൾ പാലിക്കേണ്ടിയിരുന്നു. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളോട് ചിലപ്പോൾ താഴെ തന്നിട്ടുള്ളവയിൽ സൈനിക സഹായ വ്യവസ്ഥയിൽ എന്തൊക്കെയാണ് ഉൾപ്പെട്ടിട്ടുള്ളത് എന്നുള്ള രീതിയിൽ ചോദിക്കാം. ഓക്കെ, സൈനിക സഹായ വ്യവസ്ഥയിൽ ഏർപ്പെടുന്ന നാട്ടുരാജാവ് കമ്പനി സൈന്യത്തിൻ്റെ ഒരു യൂണിറ്റ് തൻ്റെ രാജ്യത്തിനുള്ളിൽ സ്ഥിരമായിട്ട് എന്ത് ചെയ്യണം? നിലനിർത്തണം. അല്ലെങ്കിൽ കമ്പനിയുടെ സൈന്യത്തെ എന്ത് ചെയ്യണം? പാർപ്പിക്കണം. കമ്പനിയുടെ സൈനിക വിഭാഗത്തിലുള്ള എല്ലാ ചെലവും സഖ്യത്തിൽ ഏർപ്പെടുന്ന രാജാവാണ് വഹിക്കേണ്ടത്. അവിടുത്തെ രാജാവായിരിക്കണം എന്ത് ചെയ്യണം? അവർക്ക് വേണ്ട കാര്യങ്ങളും അവരുടെ അലവൻസ് ഒക്കെ കൊടുക്കേണ്ടത് ആ രാജ്യത്തെ രാജാവായിരിക്കണം. കമ്പനിയുടെ അനുമതി ഇല്ലാതെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുമായി സഖ്യത്തിൽ ഏർപ്പെടാൻ പാടില്ല. അപ്പോൾ കമ്പനിയുടെ പെർമിഷനോട് കൂടെ ആലോചിച്ചിട്ട് മാത്രമേ മറ്റൊരു രാജ്യത്തിൻ്റെ ഇതിൽ ചേരാൻ പാടുള്ളൂ, സഖ്യത്തിൽ ചേരാൻ പാടുള്ളൂ. പിന്നെന്താണ്? ബ്രിട്ടീഷ് ഗവർണർ ജനറലുമായി ആലോചിക്കാതെ ഒരു നടപടിയും സഖ്യത്തിൽ ഏർപ്പെട്ടിട്ടുള്ള രാജാവ് നടപ്പിലാക്കാൻ പാടില്ല. സഖ്യ രാജാവ് തൻ്റെ രാജ്യത്ത് ഒരു ബ്രിട്ടീഷ് റെസിഡന്റിനെ എന്ത് ചെയ്യണം? താമസിപ്പിക്കണം. ഈ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടാൽ നാട്ടുരാജ്യത്തെ ബ്രിട്ടീഷുകാർക്ക് പിടിച്ചെടുക്കാം. അപ്പോൾ ഇതിന് ഏതെങ്കിലും ഒന്ന് ഫെയിലിയർ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ബ്രിട്ടീഷുകാർ അത് പിടിച്ചെടുക്കും. അങ്ങനെയായിരുന്നു ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഇത്. ഈ പോയിന്റ്സ് ശ്രദ്ധിക്കണം, ഇത് ചോദിക്കും. ഓക്കെ, പിന്നീട് വന്നതാണ് ഡോക്ട്രിൻ ഓഫ് ലാപ്സ്, അല്ലെ, ദത്താവകാശ നിരോധന നിയമം. അപ്പോൾ ഇതെന്താണ്? ഒരു നാട്ടുരാജ്യത്തിലെ ഭരണാധികാരി തനിക്ക് പിന്തുടർച്ച വഴിയുള്ള സന്തതിയൊന്നും ഇല്ലെങ്കിൽ, ആൺമക്കളില്ല എങ്കിൽ എന്താണ്, മറ്റൊരു കുടുംബത്തിൽ നിന്ന് ഒരു ആൺകുട്ടിയെ അനന്തരാവകാശിയായിട്ട് ദത്തെടുത്ത് സമ്പ്രദായം ഉണ്ടായിരുന്നു. എന്നാൽ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്ന ഡൽഹൌസിയാണ് ഇത് എന്ത് ചെയ്യുന്നത്? അതായത് ഇത് സ്റ്റോപ്പ് ചെയ്യുന്ന രീതിയിൽ ദത്താവകാശ നിരോധന നിയമപ്രകാരം എന്താണ് അങ്ങനെ ഒരു സംഭവം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ സ്ഥലം വേറെ ആ ദത്തെടുത്ത പുത്രനല്ല, ബ്രിട്ടീഷുകാർ തന്നെ പിടിച്ചടക്കുന്നുള്ള രീതിയിൽ കൊണ്ടുവന്നത്. അപ്പോൾ ഡൽഹൌസിയാണ് ഈ പറയുന്ന ഡോക്ട്രിൻ ഓഫ് ലാപ്സ്. അപ്പോൾ ഡി അങ്ങനെ ഓർത്താൽ മതി. വെല്ലസ്ലിയാണ് സബ്സിഡറി അലയൻസ്. ഇത് ചോദിക്കൂട്ടോ.
ദെൻ അനന്തരാവകാശം ഇല്ലാതാകുന്നതോടെ ആ നാട്ടുരാജ്യം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യയുടെ നേതൃത്വത്തിലേക്ക് വരും. ഓക്കെ, അപ്പോൾ അത് അവർക്ക് തോന്നുന്ന രീതിയിലേക്ക് അവർ അതിനനുസരിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ പല രാജ്യങ്ങളുടെ കേസിലും. അപ്പോൾ ഈ 2 നിയമങ്ങൾ പ്രകാരം നിരവധി നാട്ടുരാജ്യങ്ങളെയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയോട് കൂട്ടിച്ചേർത്തത്. ഇത് സബ്സിഡറി അലയൻസും ഈ പറയുന്ന ദത്താവകാശ നിരോധന നിയമം. ദുർഭരണം ആരോപിച്ച് അവധ് എന്ന നാട്ടുരാജ്യവും ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. അവിടെ ശരിക്കും പറഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്താണ്, ആ അവധ് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് പറഞ്ഞു, അവിടെ അഡ്മിനിസ്ട്രേഷനാണ്, അത്ര ശരിയായിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ അല്ല എന്നുള്ള രീതിയിലാണ് പിടിച്ചടക്കിയത്. ഓക്കെ, അപ്പോൾ ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഇന്ത്യൻ സൈനികർക്ക് ബ്രിട്ടീഷുകാരോട് ഉണ്ടായിരുന്ന അസംതൃപ്തിയായിരുന്നു 1857 കലാപത്തിന്റെ മറ്റൊരു കാരണം. അതായത് ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യൻ സൈനികർക്ക് അവരുടെ പല കാര്യങ്ങളോടുള്ള അതൃപ്തി. ബ്രിട്ടീഷ് പടയാളികളുടെ അത്ര തന്നെ സമർത്ഥരായിരുന്നെങ്കിലും ഇന്ത്യൻ സൈനികർക്ക് കുറഞ്ഞ വേതനം, മോശം ഭക്ഷണം, മോശ താമസ സൗകര്യം ഇതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. അതൃപ്തി നിറഞ്ഞ ഈ സാഹചര്യത്തിലാണ് കമ്പനി പുതിയ തരം എൻഫീൽഡ് തോക്കുകൾ സൈനികർക്ക് വിതരണം ചെയ്തത്. അതിന്റെ വെടിയുണ്ടകൾക്ക് ഗ്രീസ് പുരട്ടിയ ഒരു കടലാസ് കവർ ഉണ്ടായിരുന്നു. തോക്കിൽ വെടിയുണ്ട നിറയ്ക്കുന്നതിന് മുമ്പ് ഈ കവർ കടിച്ചു കയറണമായിരുന്നു. കവറിൽ പുരട്ടിയിരുന്നത് പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പിൽ നിന്നുണ്ടാക്കിയ ഒരു തരം ഗ്രീസ് ആയിരുന്നു എന്ന പ്രചാരണം, എന്നുള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു അങ്ങനെയുള്ളൊരു പ്രചാരണമാണ് എന്ത് ചെയ്തത് സൈനികർക്കിടയിൽ ഭയങ്കര ദേഷ്യവും പ്രശ്നമൊക്കെ ഉണ്ടാക്കിയത്. ഇത് അവരുടെ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നതായിരുന്നു. ഇതിനെതിരെ ആദ്യമായി പ്രതിഷേധിച്ചത് ബരക്പൂരിലെ സൈനികനായിരുന്ന മംഗൾ പാണ്ഡെ ആയിരുന്നു. തോക്കിൽ വെടിയുണ്ട നിറയ്ക്കുന്നതിന് ബ്രിട്ടീഷ് സൈനികൻ ആക്രമിച്ചതിന് മംഗൾ പാണ്ഡെ 1857 ഏപ്രിൽ 8-നാണ് ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റുന്നത്. ഏപ്രിൽ 8-നാണ് 1857 ഏപ്രിൽ 8-നാണ് മംഗൾ പാണ്ഡെയെ എന്ത് ചെയ്യുന്നത്, തൂക്കിലേറ്റുന്നത്. അപ്പോൾ ഇതിൽ മംഗൾ പാണ്ഡെനെ വധിച്ചത് 1857 ഏപ്രിൽ 8-നാണ് ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റത് അല്ലേ. ഈ മംഗൾ പാണ്ഡെയുടെ ഇതിൽ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മംഗൾ പാണ്ഡെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥരുണ്ട് 2 പേര്. ഒന്ന് അഡ്ജുറ്റന്റ് ലഫ്റ്റനന്റ് ബോംഡെ ഹെൻറി ബോഗ്. ഓക്കെ, ഹെൻറി ബോഗ് ആണ് ഒരു ഉദ്യോഗസ്ഥൻ, അതായത് മംഗൾ പാണ്ഡെ ആക്രമിച്ചത്. പിന്നെ ജെയിംസ് ഹ്യൂസൺ, മേജർ ജെയിംസ് ഹ്യൂസൺ. ഓക്കെ, പിന്നെ മംഗൾ പാണ്ഡെ ഏത് ഇൻഫാൻട്രിയിലായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 34ാമത്തെ 34th ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രിയുടെ ഭാഗമായിരുന്നു. ഓക്കെ, അപ്പോൾ അതും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കണം കേട്ടോ. പിന്നെ ഈ ഡേറ്റ്. അങ്ങനെ 1857 കലാപം ആരംഭിച്ചത് ഉത്തർപ്രദേശിലെ മീററ്റിലായിരുന്നു. അപ്പോൾ തുടക്കമിട്ടത് ഇതേ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. സൂററ്റിലായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. മീററ്റിലായിരുന്നു. അപ്പോൾ അറിയാണ്ട് പോലും കൺഫ്യൂഷൻ ആവരുത്. മീററ്റിലായിരുന്നു തുടക്കം വന്നത്, ഈ ഒരു കലാപത്തിന്റെ തുടക്കം. മംഗൾ പാണ്ഡെയുടെ വധത്തെ തുടർന്ന് സംഘടിച്ച ഇന്ത്യക്കാരായ സൈനികർ ഡൽഹിയിലെത്തി മുഗൾ ഭരണാധികാരിയായ ബഹദൂർ ഷാ രണ്ടാമനെയാണ് ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചത്. സൈനികരെ കൂടാതെ അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളും കർഷകരും മറ്റ് ജനവിഭാഗങ്ങളും ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും കലാപത്തിൽ പങ്കെടുത്തു. മാസങ്ങൾ കൊണ്ട് ബ്രിട്ടീഷുകാർ എല്ലായിടത്തും ലഹള അടിച്ചമർത്തി നിരവധി ഇന്ത്യക്കാരെ വെടിവെച്ചു കൊന്നു. വളരെ പേരെ പീരങ്കിയുണ്ടക്കി ഇരയാക്കി. അനേകായിരങ്ങളെ വഴിമരക്കൊമ്പിൽ ജീവനോടെ തലകീഴായി കെട്ടിത്തൂക്കി. അവധിൽ മാത്രം കലാപത്തിൽ കൊല്ലപ്പെട്ട 1,00,000 പേരിൽ 1,00,000 പേർ സാധാരണക്കാരായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ക്രൂരമായ അടിച്ചമർത്തലിനെ ശക്തമായി പ്രതിരോധിക്കാൻ ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ ഐക്യത്തിന് സാധിച്ചു. കലാപം നടക്കാത്ത ഇടങ്ങളിൽ പോലും സാധാരണ ജനങ്ങളുടെ പിന്തുണ കലാപകാരികൾക്കുണ്ടായിരുന്നു. കലാപത്തിന് യഥാർത്ഥ ശക്തി ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു 1857 കലാപം പറയുമ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് വരാൻ സാധ്യതയുള്ളത് എങ്ങനെയാണ്, കലാപത്തിന്റെ യഥാർത്ഥ ശക്തി ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു, അത് അതിൽ പ്രകടമായിരുന്നു എന്നുള്ള രീതിയിലൊരു സ്റ്റേറ്റ്മെന്റ് വന്നാൽ അത് ശരിയാണ്. അങ്ങനെയൊക്കെ ഇനി നമുക്ക് എക്സാമിന് എന്ത് ചെയ്യുള്ളൂ, ചോദ്യങ്ങളൊക്കെ ചോദിക്കുള്ളൂ. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും കൂടിയാണ്. ഓക്കെ, അല്ലാണ്ട് എക്സാക്ട് ഡയറക്റ്റ് ആയിട്ടുള്ളത് മാത്രമല്ല. ഇനി പല ദേശസ്നേഹികളും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയിട്ടുണ്ട്, പല പ്രദേശത്തിന്റെ അല്ലെങ്കിൽ പല റീജിയണൽ ആയിട്ടുള്ള ഇതിൽ നിന്ന് റെപ്രസെന്റ് ചെയ്തിട്ട്. അത് നമുക്കറിയാവുന്നതാണ്, അതിൽ നിന്നാണ് ചോദിച്ചത്. അപ്പോൾ അതാണ് ഈ ടേബിളിലുള്ളത്. ഒന്ന് ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമനും ജനറൽ ഭക്ത് ഖാനും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ച വ്യക്തിയാണ് ബഹദൂർ ഷാ രണ്ടാമൻ. വിപ്ലവാനന്തരം ബ്രിട്ടീഷുകാർ റങ്കൂണിലേക്ക് നാട് കടത്തി. ഈ ജനറൽ ഭക്ത് ഖാൻ ബഹദൂർ ഷാ രണ്ടാമന്റെ സൈനിക ജനറലായിരുന്നു. അപ്പോൾ ഡൽഹിനെ റെപ്രസെന്റ് ചെയ്തിട്ടാണ്. ഡൽഹിയിൽ കലാപം നടന്ന സ്ഥലത്തിൽ ആ ഒരു കലാപത്തിന് നേതൃത്വം കൊടുത്തതാണ്. ദെൻ ഝാൻസിയിൽ നമുക്കറിയാം റാണി ലക്ഷ്മിഭായ് ആണ് ഝാൻസിയിലെ ഭരണാധികാരിയായിരുന്നു. കാൺപൂരിൽ 2 പേരുണ്ട്, നാനാ സാഹിബും താന്തിയ തോപ്പിയും. ഓക്കെ, മറാത്ത ഭരണാധികാരിയായിരുന്നു നാനാ സാഹിബ്. താന്തിയ തോപ്പി നാനാ സാഹിബിന്റെ സൈനിക തലവനായിരുന്നു. ഗറില്ല യുദ്ധമുറകളൊക്കെ പ്രയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ ലക്നൌവിൽ ബീഗം ഹസ്രത്ത് മഹലായിരുന്നു. അവധിലെ ഭരണാധികാരിയായിരുന്നു ബീഗം ഹസ്രത്ത് മഹൽ. എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കൻവർ സിംഗ്. എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ബീഹാറിലെ ആരയിൽ ആരായിരുന്നു? കൻവർ സിംഗ് ആയിരുന്നു. ജഗദീഷ്പൂരിലെ കർഷക പ്രഭുവാണ് ആര്? കൻവർ സിംഗ്. ഓക്കെ, ജഗദീഷ്പൂരിലെ കർഷക പ്രഭു. അങ്ങനെ തന്നെയൊക്കെ ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാട്ടോ. ഇനി 1857 കലാപത്തിന്റെ പരിമിതികൾ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാം. ഒന്നെന്താണ്, ഉത്തരേന്ത്യയിലെ ഏതാനും ഭാഗങ്ങൾ മാത്രമായിട്ടാണ് അത് ഒതുങ്ങി നിന്നത്. അതുപോലെ അതിനൊരു സംഘടിത നേതൃത്വം ഉണ്ടായിരുന്നില്ല. അതുപോലെ കലാപകാരികളെക്കാൾ മെച്ചപ്പെട്ട സൈനിക ശേഷി ഒബ്വിയസ്ലി ആർക്കുണ്ടായിരുന്നു? കമ്പനിയുടെ സൈന്യത്തിനുണ്ടായിരുന്നു. ഇന്ത്യയിലെ മധ്യവർഗം പൊതുവെ കലാപത്തിനെ അനുകൂലിച്ച് നിന്നിരുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വരാട്ടോ. മധ്യവർഗം അധികം അനുകൂലിച്ചിട്ടില്ല.
എന്നുള്ള രീതിയിൽ ഇതൊക്കെ സ്റ്റേറ്റ്മെൻറ്റായി വരാവുന്നതാണ്. ദെൻ നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളിൽ ഒരു വിഭാഗം കലാപത്തിൽ നിന്നും വിട്ടുനിന്നു. അതുകൊണ്ട് നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളിൽ എല്ലാവരും എന്ത് ചെയ്തിട്ടില്ല, പങ്കെടുത്തിട്ടില്ല. ദെൻ 1857 കലാപത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയെങ്കിലും അത് പിൽക്കാല ഇന്ത്യ ചരിത്രത്തിൽ ശ്രദ്ധേയമായ സ്വാധീനം ചെലുത്തി. അപ്പോൾ എന്താണ് റിവോൾട്ട് ഓഫ് 1857 ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ആ ഒരു ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അതോടുകൂടി അവസാനിക്കുകയാണ് അല്ലേ. അങ്ങനെയാണ് എന്താണ് ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരം വരുന്നത് അല്ലെ. 1858 വിളംബരം വരുന്നത് അങ്ങനെയാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കുന്നു. ബ്രിട്ടീഷ് ഭരണം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലേക്ക് വരുന്നു. ഗവർണർ ജനറൽ എന്നതിന് പകരം വൈസ്രോയ് എന്ന പദവി നിലവിൽ വരുന്നു. അപ്പോൾ ഈ ഒരു ഇത് പഠിക്കുമ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ആരായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ? ആദ്യത്തെ ഗവർണർ ജനറൽ ലോർഡ് വില്യം ബെൻഡിക് ആയിരുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾ ആദ്യത്തെ ആരായിരുന്നു, അവസാനത്തെ ആരായിരുന്നു എന്നുള്ളതും കൂടെ പഠിക്കണം. കാരണം അതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരും. ഓക്കെ, വില്യം ബെൻഡിക് ആയിരുന്നു ഫസ്റ്റ് ഗവർണർ ജനറൽ. ലാസ്റ്റ് വരുന്നത് ആക്ച്വലി സി രാജഗോപാലാചാരിയാണ്. കാരണം അത് ഇൻഡിപെൻഡൻസിന്റെ ആ ഒരു ടൈമിൽ സി രാജഗോപാലാചാരിയാണ് വരുന്നത്. ഇനി നമുക്കറിയാം വൈസ്രോയ് എന്ന പദവിയാണ് വന്നതെന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് വൈസ്രോയ് ആരായിരുന്നു? അത് ലോർഡ് കാനിങ് ആയിരുന്നു. ഓക്കെ, ലോർഡ് കാനിങ് ആണ് ഫസ്റ്റ് വൈസ്രോയ്. ലാസ്റ്റ് എന്ന് പറയുന്നത് ലോർഡ് മൗണ്ട് ബാറ്റൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒപ്പം കറക്റ്റായിട്ട് പഠിക്കണം. ഇത് വീണ്ടും ചോദിക്കാം. ഓക്കെ, പിന്നെ ഇവിടെ പറയുന്ന പോയിന്റ് പിന്നെ എന്താണ്? ഇന്ത്യയുടെ പിൽക്കാല ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് പ്രചോദനമേകിയതാണ് 1857 വിപ്ലവം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സൈഡിൽ 1857 കലാപം, സിനിമയും സാഹിത്യവും പറഞ്ഞിട്ടുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് പറഞ്ഞത്? മോഹൻ സിൻഹയുടെ 1857 കേതൻ മെഹ്ത്ത സംവിധാനം ചെയ്ത മംഗൾ പാണ്ഡെ ദ റൈസിംഗ്, ക്രിഷ് ജഗർലമുഡിയുടെ മണികർണിക ദ ക്വീൻ ഓഫ് ഝാൻസി എന്ന ചലച്ചിത്രങ്ങൾ 1857 കലാപം പശ്ചാത്തലമായി നിർമ്മിക്കപ്പെട്ടവയാണ്. ഏതൊക്കെയാണ്? 1 മോഹൻ സിൻഹയുടെ 1857, 2 കേതൻ മെഹ്ത്ത സംവിധാനം ചെയ്ത മംഗൾ പാണ്ഡെ ദ റൈസിംഗ് എന്നുള്ളത്, 3 ക്രിഷ് ജഗർലമുഡിയുടെ മണികർണിക ദ ക്വീൻ ഓഫ് ഝാൻസി. ഇത് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാം. ഓക്കെ, ദെൻ മഹാശ്വേത ദേവിയുടെ ഝാൻസി റാണി, മലയാറ്റൂർ രാമകൃഷ്ണന്റെ അമൃതം തേടി എന്നീ നോവലുകൾ 1857 കലാപം പശ്ചാത്തലമാക്കി രചിക്കപ്പെട്ടവയാണ്. അപ്പോൾ ഇത്രയും ഫാക്ട്സ് നമുക്ക് ഈ ഒരു പാഠഭാഗത്തുണ്ട്. ഇനി അടുത്ത പാഠഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കുറേയധികം ഫാക്ട്സ് അതിലുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു പാഠഭാഗം ഒന്ന് ഓൾ ടുഗദർ വേണ്ട കാര്യങ്ങളൊന്ന് വേഗം ഓടിച്ചു നോക്കും. അപ്പോൾ ഈ ഒരു പാഠഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റ്സ് നിങ്ങൾ അധികം ഫോക്കസ് ചെയ്ത് സമയം കളയേണ്ട ആവശ്യമില്ല. ഇതിൽ സ്വതേ എല്ലാവരും മറക്കാൻ സാധ്യതയുള്ളത് മാത്രം ഞാനൊന്ന് പറയാം. 1 ഗാമയുടെ കപ്പലുകളുടെ പേര്, സാവോ ഗബ്രിയൽ, സാവോ റാഫേൽ, ദെൻ ബെറിയോ എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, ഇതും അധികം ആരും ശ്രദ്ധിക്കില്ല, പോർച്ചുഗീസുകാരുടെ ഇതിനെ അതായത് ചാലിയം കോട്ട തിരിച്ചു പിടിക്കാൻ സഹായിച്ചത് കുഞ്ഞാലി മൂന്നാമനായിരുന്നു എന്നുള്ളത്. ഓക്കെ, മൂന്നാമത് ഈ ഇത്രയും സ്റ്റേറ്റ്മെന്റ്സ് നോക്കിയിരിക്കണം. അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് പോർച്ചുഗീസുകാർ കൊണ്ടുവന്നത്? മാനുവൽ കോട്ട, അതുപോലെ കൊച്ചി, ഗോവ, ദാമൻ ദിയു പോലെയുള്ള പ്രദേശങ്ങൾ കീഴടക്കിയത്, അച്ചടി വിദ്യ പ്രചരിപ്പിച്ചത്, ചവിട്ടുനാടൻ മാർഗം കളിയൊക്കെ കൊണ്ടുവന്നത്, യൂറോപ്യൻ ശൈലിയിലെ കെട്ടിട നിർമ്മാണങ്ങൾ, പടക്കോപ്പുകൾ, യുദ്ധമുറകൾ അഭ്യസിപ്പിച്ചത്, ക്രൈസ്തവ മതപഠന കേന്ദ്രങ്ങൾ ആരംഭിച്ചതൊക്കെ ഒന്ന് ശ്രദ്ധിക്കും. ദെൻ ഡച്ചുകാരുടെ ഇതിൽ നമ്മൾ നോക്കേണ്ട പോയിന്റ്, ഏതൊക്കെ സ്ഥലങ്ങളാണ് അവരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ? നാഗപട്ടണം, ബറൂച്ച്, അഹമ്മദാബാദ്, ചിൻസുര എന്നിവയാണ്. ഓക്കെ, ദെൻ അടുത്തത് നമുക്കറിയാവുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇത് നമുക്ക് ഏറ്റവും മറക്കാൻ സാധ്യതയുള്ളത് മാത്രമാണ് ഞാൻ പറഞ്ഞു പോകുന്നു. നമുക്കറിയാവുന്നത് വീണ്ടും ഫോക്കസ് ചെയ്യേണ്ട, നമുക്ക് മറന്നു പോകാൻ സാധ്യതയുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നോക്കിയാൽ മതി. 5ാമത് ദി ഹോർത്തൂസ് മലബാർ കസിലെ 242 സസ്യങ്ങളാണ് പ്രതിപാദിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹെൻറിക് വാൻ റീഡാണ് അതിന് നേതൃത്വം കൊടുത്തത്. അതിന് സഹായിച്ചത് അപ്പുഭട്ട്, രംഗഭട്ട്, വിനായകഭട്ട്, ഇ ടി അച്യുതനൊക്കെയാണ്. ഓക്കെ, പിന്നെ ഇ ടി അച്യുതനെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, പ്രഗത്ഭനായിരുന്നു, നാട്ടുവൈദ്യനായിരുന്നു എന്നുള്ളത്. നെക്സ്റ്റ് എന്താണ്, ഫ്രഞ്ചുകാരുടെ ആധിപത്യം മെയിൻലി എവിടെയായിരുന്നു? പോണ്ടിച്ചേരി, പുതുച്ചേരി, ആനം, കാരക്കൽ, മാഹി എന്നീ പ്രദേശങ്ങളിൽ മാത്രമായിട്ട് ചുരുങ്ങി എന്നുള്ളത്. ദെൻ 7ാമത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്നുള്ള രീതിയിൽ കമ്പനിയുടെ പ്രതിനിധിയായിട്ട്, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായിട്ട് വില്യം ഹോക്കിൻസ് ആണ് അന്നത്തെ മുഗൾ ചക്രവർത്തി ജഹാംഗീറിൽ നിന്ന് അനുമതി നേടുന്നത്. ഗുജറാത്തിലെ സൂററ്റിലാണ് ഫസ്റ്റ് ഫാക്ടറി സ്ഥാപിക്കുന്നത് എന്നുള്ളത്. പിന്നീട് ബോംബെ, കൽക്കട്ട പോലുള്ള പ്രദേശങ്ങളിലേക്കൊക്കെ വരുന്നുണ്ട്. അറിയാവുന്ന കാര്യങ്ങൾ വേണ്ട, അറിയാത്തത് മാത്രം മതി. പിന്നെ ഇവിടെ 8ാമത് ആയിട്ട് നമ്മൾ ഓർക്കേണ്ട പോയിന്റ്, ഇവിടെ മദ്രാസ് തുറമുഖത്തിൻ്റെ ഒരു കാര്യമൊക്കെ പറയുന്നുണ്ട്. അവിടുത്തെ പ്രാദേശിക രാജാവാണ് നികുതി പിരിക്കാനുള്ള ചുങ്കവരുമാനത്തിൻ്റെ പകുതി നൽകാം എന്നുള്ള കാര്യമൊക്കെ പറയുന്നത് 1639. 1662 ഒരു ഡൗറി ആയിട്ട് അവർക്ക് ബോംബെ കിട്ടുന്നു എന്നുള്ള കാര്യമൊക്കെ. പോർച്ചുഗീസ് രാജകുമാരിയായ കാതറിനെ വിവാഹം ചെയ്തപ്പോൾ ബ്രിട്ടീഷ് രാജാവിന് ഈ പറയുന്ന ബോംബെ കിട്ടുകയും പിന്നീട് അത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നൽകുകയൊക്കെ ചെയ്ത കാര്യമൊക്കെ. അതുപോലെ തന്നെ 8ാമത്തെ പോയിന്റിൽ തന്നെ നോക്കേണ്ടതാണ് എന്തത്, 1697 സുധനദി, കാലിക്കട്ട്, ഗോവിന്ദ്പൂർ എന്നീ 3 ഗ്രാമങ്ങൾക്ക് ചുറ്റുമാണ് ബ്രിട്ടീഷ് കോട്ടയായ വില്യം ഫോർട്ട് എന്ത് ചെയ്തത്, നിർമ്മിച്ചത് എന്നുള്ളത്. പിന്നീട് നമുക്കറിയാവുന്ന 4 ആംഗ്ലോ മൈസൂർ വാസ്, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റ് ആയിരിക്കും. വേണമെങ്കിൽ വർഷം ഓർമ്മയിലേക്ക് ഒന്ന് നോട്ട് ചെയ്യുക. 9ാമത്തെ ഒരു പോയിന്റ് ആയിട്ട് 1782 ഹൈദരാലിയുടെ മരണശേഷം ടിപ്പു സുൽത്താൻ വരുന്നു. 1799 പക്ഷേ ടിപ്പു സുൽത്താൻ 4ാമത്തെ മൈസൂർ യുദ്ധത്തിൽ മരണപ്പെടുന്നു. അതോടുകൂടി മൈസൂർ ബ്രിട്ടീഷുകാരുടെ അധീനതയിലാവുന്നു എന്നുള്ള ഒരു ഫാക്ട്, വർഷം ഒന്ന് ജസ്റ്റ് നോക്കിയേക്കുക.
പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സൈനിക അവരുടെ നികുതി നയങ്ങൾ നടപ്പാക്കാൻ വേണ്ടി അവർ കൊണ്ടുവന്ന റവന്യൂ സിസ്റ്റംസ്, ഒന്ന് പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം, റൈറ്റ് വാരി സിസ്റ്റം, മഹൽ വാരി സിസ്റ്റം ആര് കൊണ്ടുവന്നു, ഏത് പ്രദേശത്താണ്, എന്തായിരുന്നു പ്രത്യേകത എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ പാഠഭാഗത്ത് ചോദിക്കും. പിന്നീടുള്ളതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ബ്രിട്ടീഷ് പോരാട്ടങ്ങൾ. ഓക്കെ, ആ ബ്രിട്ടീഷ് പോരാട്ടത്തിൽ ഒന്ന് സന്യാസി ഫക്കീർ റിബല്യൻ തന്നെയാണ്. അത് ഇവിടെ പറയുന്നുണ്ട്. അത് ആനന്ദമഠത്തിൽ ആ ഒരു ഇതെന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് വന്ദേ മാതരത്തിൽ ആ ഒരു കാര്യം, വന്ദേ മാതരം എന്ന് പറയുന്ന കാര്യം ഒക്കെ പറയുന്നത്, അതായത് ആ ഒരു ദേശീയ ഗീതം എടുത്തിട്ടുള്ളത് എന്താണ് ഈ പറയുന്ന ആനന്ദമഠത്തിൽ നിന്നാണല്ലോ. അപ്പോൾ അതിൽ ഈ പറയുന്ന ഭവാനന്ദൻ എന്ന കഥാപാത്രം ആലപിക്കുന്ന രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. 1882 ഈ പറയുന്ന നോവൽ വരുന്നത് എന്നുള്ള കാര്യമൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ അതാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. സന്യാസി ഫക്കീർ റിബല്യൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൽ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇതിൽ എന്താണ് ഇൻഡിഗോ റിവോൾട്ട്, നീലം കർഷക കലാപം 1859 ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കണം, ചോദിക്കും. അതേ അനുഭവം അല്ലെങ്കിൽ ആ ഒരു ഇതിൻ്റെ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് 1860 ഈ പറയുന്ന ദീനബന്ധു മിത്ര നീൽദർപ്പൺ എന്ന് പറയുന്ന നാടകം രചിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ആ ഒരു ഇൻഡിഗോ റിവോൾട്ടിൽ നടന്നത്, എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളതും കൂടി നോട്ട് ചെയ്ത് വെക്കണം. പിന്നീട് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് സാന്താൾ കലാപം എന്ന് പറയുന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു ഗോത്ര കലാപമാണ്. ഓക്കെ, അപ്പോൾ അവർ 1855 എന്താണ് സാന്താളുകൾ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ആ ഒരു പോരാട്ടത്തിന് തുടക്കം കുറിച്ച് 1855. അത് ശ്രദ്ധിക്കണം. ഓക്കെ, ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം 59 നീലം കർഷക കലാപം പറയുന്നത്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ക്രോണോളജിക്കൽ ഓർഡർ എന്നുള്ള രീതിയിലായിരിക്കും ചോദിക്കാം, ശ്രദ്ധിക്കണം. അപ്പോൾ അതിന് നേതൃത്വം നൽകിയത് സിദ്ധു കാനോ എന്ന് പറയുന്ന 2 സാന്താൾ വിഭാഗത്തിൽ നിന്നുള്ള 2 പേരാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്, ശ്രദ്ധിക്കണം. ഓക്കെ, ഇതിവിടെ പറയുന്നുണ്ട് സിദ്ധുവിനെയും കാനൂനെയും കുറിച്ച് 1855. 59 ഇൻഡിഗോ റിവോൾട്ട്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 14th പോയിന്റാണ് ഇത് ഉൾഗുലാൻ അഥവാ മുണ്ട കലാപം എന്ന് പറയുന്നത്. 19ാം നൂറ്റാണ്ടിൻ്റെ ഇതിലാണത് വരുന്നത്. അപ്പോൾ വലിയ കോലാഹലം അല്ലെങ്കിൽ ഇളക്കം എന്നൊക്കെയാണ് അർത്ഥം. ബിർസ മുണ്ടയായിരുന്നു ഇതിന് നേതൃത്വം വഹിച്ചിരുന്നത്. അപ്പോൾ ജാർഖണ്ഡിലെ മുണ്ട ഗോത്ര വിഭാഗങ്ങളുടെ ആ ഒരു ഭാഗത്തു നിന്നുണ്ടായ ഒരു സംഭവമാണ് ഇതെന്നുള്ളത് ഓർക്കുക. അപ്പോൾ ഈ 14th അഡീഷണൽ പോയിന്റിൽ നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ബിർസ മുണ്ടയുടെ ആ ഒരു ജന്മദിനം എന്തായിട്ട് 2021 മുതൽ ജനജാതീയ ഗൗരവ ദിവസമായിട്ട് ആചരിക്കുന്നു എന്നുള്ളത്. അതുപോലെ ഇന്ത്യൻ പാർലമെന്റിലെ ഛായാചിത്രം സ്ഥാപിച്ചാദരിക്കപ്പെട്ടിട്ടുള്ള ഏക ഗോത്ര ജനതാ നേതാവും ബിർസ മുണ്ടയാണ്. അതുപോലെ ബിർസ മുണ്ട കേന്ദ്ര കഥാപാത്രമാക്കിയിട്ട് ഇക്ബാൽ ദുറാനി രചിച്ച കൃതിയാണ് ഗാന്ധി സേ പെഹലെ ഗാന്ധി എന്നുള്ളത്. ഓക്കെ, അതുപോലെ മഹാശ്വേത ദേവി രചിച്ച കൃതിയാണ് ആരണ്യ അധികാർ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 14th പോയിന്റിൽ നിങ്ങൾ ഈ ഒരു ഭാഗത്തുനിന്ന് ശ്രദ്ധിക്കണം, അതൊക്കെ ചോദിക്കാം. പിന്നെ നമുക്ക് 15th പോയിന്റ് ആയിട്ട് പോളിഗാർ റിവോൾട്ടിലെ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ തിരുനെൽവേലിയുടെ ഭാഗത്തുനിന്ന്, അതുപോലെ ശിവഗംഗയിലെ മരുതുപാണ്ഡ്യ സഹോദരന്മാരുടെ ആ ഒരു അത് ജസ്റ്റ് മാച്ച് ദ ഫോളോയിങ് എന്നുള്ള രീതിയിൽ ഏതൊക്കെ പ്രദേശത്ത് നിന്ന് ഏതൊക്കെ ആൾക്കാർ എന്നുള്ള രീതിയിൽ ഒന്ന് ഓർത്താൽ മതി. അതുപോലെ തന്നെ 16th പോയിന്റ് ആയിട്ട് വെല്ലൂർ മ്യൂട്ടിനി, അത് ഞാൻ വ്യക്തമായിട്ട് ഓരോന്ന് എടുത്തെടുത്ത് പറഞ്ഞു. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സൈനിക കലാപമായിരുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കണം. 1806 കലാപത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തുന്നത്. അതുപോലെ എന്തായിരുന്നു അതിൻ്റെ മെയിൻ റീസൺ? ഇന്ത്യൻ സൈനികരുടെ വേഷവിധാനത്തിൽ വരുത്തിയ മാറ്റങ്ങളായിരുന്നു റീസൺ. പിന്നെ നമുക്ക് 17th പോയിന്റ് ആയിട്ട് ആറ്റിങ്ങൽ കലാപം പറയാം, പക്ഷെ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് ആറ്റിങ്ങൽ കലാപം. അതിൽ എക്സ്ട്രാ പോയിന്റ് ആയിട്ട് ഇവിടെയുള്ള ഈ ഒരു കാര്യമാണ് എന്ത്, ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യകാല സംഘടിത ജനകീയ പ്രക്ഷോഭമായിട്ട് കണക്കാക്കാമെന്നുള്ളത്. പിന്നെ സ്ത്രീ മുന്നേറ്റം എന്നുള്ള രീതിയിൽ കിട്ടൂർ റാണി ചെന്നമ്മയുടെ കാര്യം, അതാണ് നമുക്ക് 18th പോയിന്റ് ആയിട്ട് ഈ ഒരു പാഠഭാഗത്ത് ശ്രദ്ധിക്കേണ്ടത്. കിട്ടൂർ പ്രദേശത്ത് നിന്ന് ഇതായിരുന്നു എന്ന് മാത്രം ഒന്ന് ഓർത്താം. കിട്ടൂർ ചെന്നമ്മയായിരുന്നു അതിന് നേതൃത്വം കൊടുത്തത് എന്നുള്ളത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സബ്സിഡറി അലയൻസ് സിസ്റ്റമാണ്. എന്താണ് ആ വ്യവസ്ഥിതിയിലുള്ള കണ്ടീഷൻസ് എന്നുള്ളത് കൃത്യമായിട്ട് നോക്കണം. ഒപ്പം 20ാമത്തെ പോയിന്റ് എന്നുള്ള രീതിയിൽ ദത്താവകാശ നിരോധന നിയമം ആരാണ് കൊണ്ടുവന്നത്? ഡൽഹൌസിയാണ്. വെല്ലസ്ലി പ്രഭുവാണ് സബ്സിഡറി അലയൻസ് സിസ്റ്റം കൊണ്ടുവന്നു എന്നുള്ളത്. അതുപോലെ തന്നെ 21st പോയിന്റ് ആയിട്ട് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് മംഗൾ പാണ്ഡെയുടെ കാര്യമാണ്. 34th ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രിയുടെ ഭാഗമായിരുന്നു. അതുപോലെ 1857 ഏപ്രിൽ 8 ബ്രിട്ടീഷുകാരെ തൂക്കിലേറ്റുന്നത്. പിന്നെ ഏത് സൈനിക ഉദ്യോഗസ്ഥരെയാണ് മംഗൾ പാണ്ഡെ ആക്രമിക്കാൻ ശ്രമിച്ചതെന്നൊക്കെ പറഞ്ഞു നമ്മൾ. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ ബോക്സ് ആണ്. ഓരോ കലാപം നടന്ന സ്ഥലത്ത് നേതൃത്വം കൊടുത്ത ആരൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ലാസ്റ്റ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 1887 കലാപം സിനിമയും സാഹിത്യവും എന്നുള്ള രീതിയിലൊരു 4-5 ഇതിൽ പറയുന്നില്ല. ഇതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, കാരണം അത് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാം. ഓക്കെ, മോഹൻ സിൻഹയുടെ 1857 കേതൻ മേത്ത സംവിധാനം ചെയ്ത മംഗൾ പാണ്ഡെ ദ റൈസിംഗ്, ക്രിഷ് ജഗല്ലമുടിയുടെ മണികർണിക ദ ക്വീൻ ഓഫ് ജാൻസി എന്നീ ചലച്ചിത്രങ്ങൾ ഇതൊക്കെ 1857 കലാപത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ മഹാശ്വേത ദേവിയുടെ ഝാൻസി റാണി, മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ അമൃതം തേടി എന്നീ നോവലുകളും ഈ പറയുന്ന റിവോൾട്ട് ഓഫ് 1857 ബേസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഈ ഒരു കലാപത്തിൻ്റെ
ശേഷം എന്തൊക്കെ മാറ്റങ്ങൾ വന്നു. അതിൽ ഞാൻ പറഞ്ഞ ബ്രിട്ടീഷ് വൈസ്രോയ് അതുപോലെ തന്നെ ഗവർണർ ജനറൽ, ഇത് ആദ്യം ആരായിരുന്നു, ലാസ്റ്റ് ആരായിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് നോക്കണം. അപ്പോൾ ഈ ഒരു പാഠഭാഗത്ത് നിന്ന് ഇത്രയും ഒരു ഓൾമോസ്റ്റ് നമുക്ക് എന്താണ് 23 പോയിന്റ്സ് ആണ് ഇതിൽ മെയിനായിട്ട് നോട്ട് ചെയ്യേണ്ടത്. ഇങ്ങനെ നമ്മൾ ഓരോ പുതിയ SCERT പാഠഭാഗങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ എക്സ്ട്രാ ആയിട്ട് പുതിയതുണ്ടാവും. അപ്പോൾ അങ്ങനെ നോട്ട് ചെയ്ത് പഠിച്ചാൽ നമുക്ക് ഒരിക്കലും മാറിപ്പോകില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ഹെൽപ്ഫുൾ അല്ലേ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വേണ്ട പുതിയ SCERT പാഠഭാഗങ്ങളെ ഞാൻ എടുക്കുള്ളൂ. കൂടുതലും നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന പാഠഭാഗങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾ സാധാരണ രീതിയിൽ വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഇതും അങ്ങനെ തന്നെയാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന പോയിന്റ്സ് നമുക്ക് എന്താണ് ഒന്ന് നോട്ട് ചെയ്ത് പറയാം. അല്ലെങ്കിൽ ഓരോ പാഠഭാഗത്തിലും ഇത്ര പോയിന്റ്സോളം നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ എന്താവും, ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു എക്സാം ടൈമിന് മുമ്പ് തന്നെ മാക്സിമം കാര്യങ്ങൾ ഓരോ പാഠഭാഗത്ത് ഇത്രയും കാര്യങ്ങളില്ലേ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു 8ാം ക്ലാസ്സിലെ തന്നെ പുതിയ പാഠഭാഗത്തിൽ ഇപ്പോൾ കുറേയധികം പാഠഭാഗങ്ങൾ ഇതിൽ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ കുറേയധികം കാര്യങ്ങളാണ് ഈ 8ാമത്തെ ടെക്സ്റ്റ് ചെയ്ത് മാത്രം ഈ കഴിഞ്ഞ 2 സ്റ്റേജിൻ്റെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാനും ചോദിച്ചത്. ഓക്കെ, അപ്പോൾ അത് എക്കണോമിക്സിൻ്റെ ഭാഗത്ത് നിന്നുണ്ട്, ജിയോഗ്രഫിയുടെ ഭാഗത്ത് നിന്നുണ്ട്, അതുപോലെ ഹിസ്റ്ററിയുടെ ഭാഗത്ത് നിന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 9ത്തിൻ്റെയും ഇതേപോലെ കുറേ ഉണ്ട്. അത് സയൻസ് ആണെങ്കിലും ശരി, സോഷ്യൽ ആണെങ്കിലും ശരി. അപ്പോൾ ഇത് വേണ്ട, ഇതേപോലെ 8, 9, 10 കോൺസെൻട്രേറ്റ് ചെയ്താണ് ഞാൻ കൂടുതലായിട്ട് എടുക്കുന്നത്. അത് പുതിയ SCERT പാഠഭാഗങ്ങൾ. കാരണം കുറേയധികം പോയിന്റ്സ് നമുക്ക് ഓരോ ചാപ്റ്ററിൽ ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, ക്രോഡീകരിച്ച് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എടുക്കുന്നത് ഹെൽപ്ഫുൾ അല്ലേ, ഇങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്യണമെന്നൊക്കെ ഉള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ടെസ്റ്റ് സീരീസ് മിക്കവാറും സെപ്റ്റംബറിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതിന് മുമ്പ് നമുക്ക് SCERT പാഠഭാഗങ്ങളൊക്കെ ഒന്ന് വൃത്തിയായിട്ട് നോക്കാം. അതിനുശേഷം നമുക്ക് ഓരോ ദിവസവും സ്റ്റഡി പ്ലാനെ ബേസ് ചെയ്തിട്ട് ചോദ്യങ്ങൾ എന്നുള്ള രീതിയിൽ പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.